സംവിധായകന്റെ അലർച്ചയാണ്. തിയേറ്ററിനുള്ളിൽ ഫാൻസിനുള്ളിൽ പടം വർക്കായി എന്ന് മനസ്സിലായപ്പോൾ RJ ബാലാജിയുടെ നിറഞ്ഞ സന്തോഷം കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇയാൾ എന്താ ഈ കാണിക്കുന്നത് എന്ന് തോന്നിപ്പോവും. പക്ഷേ ആ അലർച്ചയ്ക്ക് പിന്നിൽ, ആ എക്സൈറ്റ്മെന്റിന് പിന്നിൽ അയാളുടെ മൂന്നര വർഷത്തെ പ്രയത്നമുണ്ട്. എത്രയോ മാറ്റിവെച്ച റിലീസ് ഡേറ്റുകളുണ്ട്. ഇന്നലെ പോലും ഓരോ മണിക്കൂറുകളിലും അയാൾ അലേർട്ട് ചെയ്തുകൊണ്ടിരുന്നു. അയാൾ ഫേസ്ബുക്കിൽ വന്ന് വീഡിയോ ഇട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എങ്ങനെയെങ്കിലും ഈ പടം റിലീസ് ചെയ്യാനുള്ള അവസാന ശ്രമങ്ങളിൽ ഞാൻ നിൽക്കുകയാണ്. കാരണം ഇതൊന്നും RJ ബാലാജിയുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല, ഇത് പ്രൊഡക്ഷൻ ഇഷ്യൂസിന്റെ കാര്യം മാത്രം പ്രശ്നമാണ്. സിനിമ നല്ലതായാലും മോശമായാലും നമുക്ക് RJ ബാലാജിയെ ഡയറക്ട്ലി അറ്റാക്ക് ചെയ്യാം. പക്ഷേ ഇത് അയാളുടെ കയ്യിലുള്ള കാര്യമല്ല. സിനിമ റിലീസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻ ഇഷ്യൂസ് തീർക്കണം, എന്നാൽ മാത്രമേ സിനിമ ആളുകളിലേക്ക് എത്തുകയുള്ളൂ. അങ്ങനെ ഇന്നലത്തെ ഒരു ദിവസം മുഴുവൻ 24 മണിക്കൂർ, മെയ് 14 എന്ന ദിവസം സന്തോഷത്തോടു കൂടി ഇറങ്ങി പോകാമെന്ന് കരുതിയിരുന്ന RJ ബാലാജിക്ക് പുലർച്ചെ 12 മണി തൊട്ട് തുടങ്ങിയ പ്രശ്നങ്ങളാണ്. ഒരു പക്ഷേ മെയ് 13 വൈകുന്നേരം തൊട്ട് തുടങ്ങിയ പ്രശ്നങ്ങളാണെന്ന് വേണമെങ്കിൽ വിളിക്കാം. പ്രൊഡക്ഷൻ ഇഷ്യൂസ് ഉണ്ട്. ഓരോ തിയേറ്റേഴ്സിൽ നിന്നും ഷോ മാറ്റുന്നു, ചാർട്ടിൽ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. മെയ് 14 തീയതി അർദ്ധരാത്രി ആയപ്പോൾ പ്രൊഡക്ഷൻ കമ്പനിയുടെ ഭാഗത്ത് നിന്നും ഒരു അപ്ഡേറ്റ് വരികയാണ്, ഈ സിനിമയുടെ 9 മണിക്കുള്ള ഫാൻ ഷോ മാറ്റി വെച്ചിരിക്കുന്നു എന്നുള്ളത്. മെയ് 13 രാത്രി ആയപ്പോൾ RJ ബാലാജി ഒരു പോസ്റ്റ് ഇടുന്നു, എന്താ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, പ്രൊഡ്യൂസേഴ്സിൽ എനിക്ക് ഭയങ്കരമായ വിശ്വാസമുണ്ട്, പെട്ടെന്ന് തന്നെ ഈ ഇഷ്യൂ സോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം എക്സിൽ ഒരു പോസ്റ്റ് ചെയ്തത്. 14 തീയതി അർദ്ധരാത്രി ഫാൻ ഷോ ഇല്ല എന്ന് പറഞ്ഞ് പ്രൊഡക്ഷൻ കമ്പനി പോസ്റ്റ് ഇടുന്നു. 14 തീയതി ഉച്ചയ്ക്ക് RJ ബാലാജി തൻ്റെ കാറിനുള്ളിൽ നിന്ന് കറുപ്പ് അപ്ഡേറ്റ് പറഞ്ഞ് അദ്ദേഹം വളരെ കരച്ചിലൊക്കെ അടക്കി പിടിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ സിനിമ റിലീസ് എത്തുമെന്ന് ആഗ്രഹിക്കുന്നു, 14 തീയതി വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇരുന്നത്, പക്ഷേ അങ്ങനെ എല്ലാ കാര്യങ്ങളും മാറിയത്, ദൈവം എൻ്റെ കൂടെ ഉണ്ടാകും എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഈ 14 തീയതി, അതായത് ഇന്നലെ ആയിരുന്നു കറുപ്പ് റിലീസ് ചെയ്യേണ്ടിയിരുന്നത്. ആ സിനിമയ്ക്ക് ഇന്നലെ റിലീസ് ചെയ്യാൻ പറ്റാതെ പോയതിൻ്റെ എല്ലാ വിഷമങ്ങളും ആ സംവിധായകൻ്റെ മുഖത്തുണ്ടായിരുന്നു. കാരണം 3.5 വർഷമായിട്ട് ഈ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഓരോ തവണയും സൂര്യയുടെ ഡേറ്റ് കിട്ടിയാലും അത് കഴിഞ്ഞിട്ട് പിന്നീട് ഷൂട്ടിങ്, മഴ കാരണം സെറ്റ് ഒലിച്ചു പോലെ, അങ്ങനെ തുടങ്ങി നിരവധി പ്രൊഡക്ഷൻ ഇഷ്യൂസ് അതിൻ്റെ ഇടയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഈ സിനിമ ഒരു വലിയ ബഡ്ജറ്റിൽ ഒരുക്കപ്പെട്ട സിനിമയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ സ്കെയിലും ക്യാൻവാസും ടൈമും ഈ സിനിമയ്ക്ക് എടുത്തിട്ടുണ്ട്. RJ ബാലാജി എന്ന വ്യക്തി ഇതിനിടയിൽ ക്രിക്കറ്റ് കോമന്റേറ്ററായിട്ട് മുന്നോട്ട് പോകുന്നു, ഒരു പുതിയ ടീം സെറ്റപ്പ് ചെയ്യുന്നു. സാധാരണ ഒരു ഡയറക്ടർ എടുക്കുന്നതിൻ്റെ പല എഫേർട്സിനേക്കാൾ അധികം RJ ബാലാജി ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഇന്നലെ ആ ദിവസം അയാൾ ഓരോ മണിക്കൂറും വിഷമിച്ചുകൊണ്ടും ഈ സിനിമയുടെ പ്രശ്നങ്ങൾ എങ്ങനെയെങ്കിലും സോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇന്ന് രാവിലെ 6 മണിക്ക് RJ ബാലാജി ഒരു പോസ്റ്റ് ഇടുകയാണ്, എല്ലാ ഇഷ്യൂസും ഒഴിവായി, കറുപ്പ് ഇന്ന് മുതൽ നിങ്ങളുടെ തിയേറ്ററിലേക്ക് എത്താൻ ഞാൻ എഴുതി തരാം. 14 തീയതി ഇന്നലെ രാവിലെ മുതൽ ഇന്ന് 15 തീയതി വരെ എത്തി നിൽക്കുമ്പോൾ പോലും അയാൾ ഉറങ്ങിയിട്ടുണ്ടാവില്ല. കാരണം തൻ്റെ സിനിമ റിലീസ് ചെയ്യാൻ കഴിയാത്തതിൻ്റെ പ്രശ്നങ്ങൾ അതിൻ്റെ പിന്നാലെ ഓടി നടന്ന് ഫാൻസിൻ്റെ ബഹളവും കേട്ട് ഇന്നലെ ഫാൻസൊക്കെ തിയേറ്ററിന് മുന്നിൽ കിടന്ന് ബഹളമായിരുന്നു. ഈ സിനിമ ഇറങ്ങാൻ പറ്റാത്തതിൻ്റെ ദേഷ്യം, വിഷമം ഫാൻസിൻ്റെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം അവർ എത്രയോ ദൂരം വീട്ടിൽ നിന്ന് തിയേറ്ററിലേക്ക് വരുന്നതായിരിക്കാം, നേരത്തെ ബുക്ക് ചെയ്ത് വെച്ച ടിക്കറ്റുകളായിരിക്കാം, ഇതെല്ലാം മാറ്റി വെച്ച് ചിലർ ലീവ് എടുത്തിട്ടുണ്ട്, ഇതെല്ലാം കളഞ്ഞിട്ടൊരു സിനിമയ്ക്ക് വരും. ഇതിനകത്ത് ആരുടെയും പ്രശ്നങ്ങളല്ല നിൽക്കുന്നത്. പക്ഷേ ഈ എക്സൈറ്റ്മെൻറ്റ് തിയേറ്ററിനുള്ളിൽ കിടന്ന RJ ബാലാജി നിലവിളിക്കുന്ന ഈ വീഡിയോ ആയിട്ട് പലരും ചോദിക്കുന്നുണ്ടായിരുന്നു, ഇതിന് മാത്രം എന്തോന്നാ ഉള്ളത് എന്നുള്ളത്. പക്ഷേ ജേഴ്സി സിനിമയിൽ നാനി ഇതുപോലെ റെയിൽവേ സ്റ്റേഷനിൽ പോയി ട്രെയിനിന് മുന്നിലിരുന്ന് ഇതുപോലെ നിലവിളിച്ചപ്പോൾ കൈയടിച്ച അതേ പ്രേക്ഷകരാണ്. അത് നമ്മൾ ജയിച്ചിട്ടേ മാറാന്ന് സൂര്യ ഡയലോഗിൽ പറയുന്നത് പോലെ തന്നെ പറയാം. ആ സിനിമ തിയേറ്ററിലേക്ക് പ്രൊജക്ഷൻ സ്ക്രീനിൽ എത്തിക്കുക എന്നുള്ളതാണ് RJ ബാലാജി കഴിഞ്ഞ ഒരു 24 മണിക്കൂറിൽ പോയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫ്രസ്ട്രേഷൻ. ലാസ്റ്റ് മിനിറ്റൊക്കെ ആകുമ്പോൾ വേറെ വലിയ ചേഞ്ചസ് ഒക്കെ നടത്തണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സംവിധായകനാണ്. പ്രൊഡക്ഷൻ ഇഷ്യൂവിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞ് 36 മണിക്കൂറായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയും കൂടി ആലോചിച്ച് നോക്കണം. അത്രയും പ്രഷറിലാണ് അയാൾ ഫാൻസിൻ്റെ കൂടെ തിയേറ്ററിൽ കാണാൻ വന്നത്. അത് ഫാൻസിന് ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ആ മൊമെൻറ്റ്, ആ സിനിമ കഴിഞ്ഞ് ഉടനെ തന്നെ അയാൾ അലറി വിളിക്കുന്ന കാഴ്ച, അത്രയും ഫ്രസ്ട്രേഷൻസ്, അത്രയും ഓവർലോഡ് മുഴുവൻ ഇറക്കി വെച്ചിരുന്ന ഒരു കാര്യമായിട്ടാണ് ഫീൽ ചെയ്തത്. സായി അഭ്യങ്കർ ഉണ്ടായിരുന്നു, തൃഷ കൃഷ്ണൻ അടുത്തുണ്ടായിരുന്നു, കാർത്തി ഉണ്ടായിരുന്നു പടം കാണാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഹാപ്പി ചിരിച്ച മുഖത്തോടെ നിൽക്കുന്നു. ഇപ്പോഴിതാ പടം കണ്ടിറങ്ങി വരുന്ന ഓഡിയൻസും ഭയങ്കരമായ ഹാപ്പി. സോ ഒരു 10-13 വർഷത്തിന് ശേഷം ഒരു തിയേറ്റർ ഹിറ്റ് കിട്ടിയ സൂര്യയുടെ സംവിധായകന് ഇതിലും വലുതായിട്ട് അലറിയില്ലെങ്കിൽ അത്ഭുതം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.